ഹലോ, ഇന്ന് നമ്മളൊരു നാരങ്ങ പുളിങ്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നാരങ്ങയുടെ ചെറിയൊരു മരം. ഇത് കായ്ച്ചിട്ടില്ല, കായ്ച്ച മരം ഞാൻ കാണിച്ചു തരാം. ഈ നാരങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പുളിങ്കറി ഉണ്ടാക്കാൻ പോകുന്നത്. പുളിങ്കറി മാത്രമല്ല, ഈ നാരങ്ങ വെച്ചിട്ട് അച്ചാറും ഉണ്ടാക്കും. ഇതിന് ഗണപതി നാരങ്ങ എന്നും പറയാറുണ്ട്. ഗണപതി ഹോമങ്ങൾക്ക് എടുക്കുന്നതുകൊണ്ടാണ് ഗണപതി നാരങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു പുളിങ്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് ഗണപതി നാരങ്ങ. അപ്പോൾ ഈ നാരങ്ങ വെച്ചിട്ടാണ് നമ്മളിന്ന് പുളിങ്കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഈ നാരങ്ങയുടെ ഒരു പകുതി ഭാഗമാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ ചേച്ചി കൊടുത്തയച്ചിട്ടുണ്ടായതാണ് ഒരു പകുതി ഭാഗം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിന്ന് കറി ഉണ്ടാക്കാം. അതിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ വെളുത്തുള്ളി, ഒരു വലിയ തുടം വെളുത്തുള്ളി തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി അധികം തന്നെ എടുക്കാം. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ശർക്കര നമുക്ക് ഇത് പോരെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് ചെറിയൊരു കയ്പും എരിവും മധുരവും പുളിയൊക്കെ ചേർന്ന ഒരു കറിയാണ്. മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു കറി തന്നെയാണ്. കൂടെ തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് എടുത്തേക്കുന്നത്, ഒരു 3 ടേബിൾ സ്പൂൺ. പിന്നെ വറ്റൻമുളക്, കറിവേപ്പില, അല്പം ഉലുവാപ്പൊടി, കടുക്, ഇതൊക്കെയാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ആദ്യം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഇതുപോലെ പുറംതൊലിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കയ്പുണ്ട്. അപ്പോൾ ആ കയ്പിൻ്റെ ഇച്ചിരി ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് ആ തൊലി ഒന്ന് ചീവിക്കളയുന്നത്. പിന്നെ ഈ നടുവശത്തുള്ള ഈ അല്ലി, നമ്മുടെ നാരങ്ങയുടെയൊക്കെ പോലെ തന്നെ ചെറിയൊരു അല്ലി ഉണ്ടാവും. അതും ഇച്ചിരി ചെറുതായിട്ടൊന്ന് ഇത്രയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയാകും. കൂടുതലായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഞാനിതുപോലെ മുഴുവനും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനായിട്ട് വേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് വാളംപുളി. വാളംപുളി ഞാനൊരു 2 നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വാളംപുളി എടുത്ത് അത് ഇച്ചിരി സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ നീരൊക്കെ നല്ലോണം ഇറങ്ങിയിട്ട് ആ വെള്ളമാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ വാളംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ കാണിക്കാൻ മറന്നുപോയതാണത്. അപ്പോൾ ആ വാളംപുളിയും എല്ലാം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അല്പം മതി. എന്നിട്ട് നമുക്ക് ഈ നാരങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഈ നാരങ്ങ ഗണപതി നാരങ്ങ, കൂടാതെ കറി നാരങ്ങ, പിന്നെ മാതള നാരങ്ങ, അങ്ങനെ പല പേരിൽ അറിയപ്പെടാറുണ്ട്. ഇത് അച്ചാറിടാനും കറികൾക്കും പൂജയ്ക്കും മാത്രമല്ല നമുക്ക് പല ആരോഗ്യ ഗുണങ്ങൾ കൂടെ നൽകുന്നുണ്ട്. ഇതിന് ചെവി വേദന കുറക്കുവാനുള്ള കഴിവുണ്ട്. പിന്നെ ആസ്മ രോഗങ്ങൾക്കും ഉദര രോഗങ്ങൾക്കൊക്കെ ഒരു മെഡിസിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വേരും തണ്ടൊക്കെ മെഡിസിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മുടെ നാരങ്ങയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെയൊക്കെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. നല്ലതുപോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഒന്ന് ഒരു പച്ച കടിക്കുന്ന രീതിയിൽ ഇതിൽ കിടക്കുന്നതായിരിക്കും നല്ലത്. ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച വാളംപുളിയുടെ വെള്ളം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഇച്ചിരി അധികം തന്നെ ചേർക്കണം കേട്ടോ. ആ വാളംപുളിയുടെ വെള്ളത്തിൽ കിടന്നിട്ടാണ് നമ്മുടെ ഈ നാരങ്ങ വെന്ത് വരുന്നത്. അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. പിന്നെ അല്പം കറിവേപ്പിലയും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ നാരങ്ങയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനൊരു ചെറിയ ചവർപ്പുണ്ടാവും. അതുകൊണ്ടാണ് ഇത് പുളിവെള്ളത്തിൽ തന്നെ വേവിക്കുന്നത്. സെപ്പറേറ്റ് വേറെ വെള്ളത്തിലൊന്നും വേവിക്കാതെ പുളിവെള്ളത്തിൽ തന്നെ വേവിക്കണം. അപ്പം നാരങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂൺ തന്നെയാണ് മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടാണ് ആദ്യമൊന്നും പൊടി മൂപ്പിച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പം നമ്മുടെ ആ പൊടിയും കഷ്ണങ്ങളൊക്കെ നല്ലോണം ഒന്ന് പെരണ്ട് വരുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരണം. ഇപ്പം തീരെ വെള്ളമില്ലാത്ത പോലെ പോകുന്നു. എനിക്ക് ഇച്ചിരി ഗ്രേവി വേണം. ഗ്രേവി നമുക്കിങ്ങനെ തൊടുകറി പോലെ കൂട്ടാൻ പാകത്തിന് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര നിങ്ങൾക്ക് എത്ര മധുരം വേണം എന്നതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു ഇഞ്ചിക്കറിയുടെ ഒരു പരുവത്തിലാണ് കേട്ടോ ഇത് കിട്ടുമോ ഒരു തൊടുകറിയായിട്ട്. ഈ എറണാകുളം സൈഡിലൊക്കെ ഇഞ്ചിക്കറിയാണ്. നമ്മൾ കണ്ണൂർ സ്റ്റൈലിലൊക്കെ ഇതൊരു പുളിങ്കറിയാണ്. ഈ പുളിങ്കറിയാണ് തൊടുകറിയായിട്ട് കിട്ടുക. അപ്പം നമ്മൾ ശർക്കരയൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. കറക്റ്റായ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കാം. കടുകും വറ്റൽമുളകും
കറിവേപ്പിലയും കൂടെ താളിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റിയായ, ഇതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ടേസ്റ്റിയായ നമ്മുടെ നാരങ്ങ പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഉലുവാപ്പൊടി, ഇതുപോലെ ഉലുവ ഒന്ന് ചൂടാക്കി പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുക. ആ ചൂടിനെ തന്നെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പം ഇത് നല്ലൊരു മണമാണ്, നല്ലൊരു ടേസ്റ്റുമാണ്. നമുക്കിങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കണ്ണൂരുകാർക്ക് മെയിനായിട്ട് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ്. ഇതിൻ്റെ ചെടികളൊക്കെ ഇപ്പം നഴ്സറിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് അറിയണമെങ്കിൽ ഒരു ദിവസം ഇതുപോലെ ചട്ടിയിൽ തന്നെ വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ആയ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. ഒരു എരിവും പുളിയും ഉപ്പും മധുരവും ഒക്കെ ആയ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും അറിയിക്കണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്.